എല്ലാവർക്കും നമസ്കാരം. ക്രിട്ടിക്കൽ വോയിസിന്റെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തോ ഒരു ഇലക്ഷനിൽ പോലും നിൽക്കാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നാം, അല്ലേ? ഇതിന്റെ പിന്നിലെ കളി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിലവിലെ കേരളത്തിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. KC വേണുഗോപാലിന്റെ പേരുയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യാതെ വയ്യ. കാരണം അദ്ദേഹം നിയമസഭാംഗമല്ല. ഇലക്ഷന് മത്സരിക്കാതെ എങ്ങനെ മുഖ്യമന്ത്രിയാകും എന്ന് നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകും. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇതിന് തടസ്സമൊന്നുമില്ല. ആർട്ടിക്കിൾ 164 ഇതിനുള്ള വഴി കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അതായത് സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കോ മുന്നണിക്കോ തീരുമാനിക്കാം ഇദ്ദേഹമാണ് ഞങ്ങളുടെ നേതാവ് എന്ന്. ആ വ്യക്തി സഭാംഗമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഗവർണർക്ക് ആ വ്യക്തിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കാം. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഈ പദവിക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കൃത്യം 6 മാസം. സഭാംഗമല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ലഭിക്കുന്ന ഗ്രേസ് പീരീഡാണത്. ആ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടി ജയിച്ചു വരണം. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. തീർച്ചയായും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. 2021 സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടിട്ടും അവർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് 6 മാസത്തിനുള്ളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി തന്റെ അധികാരം ഉറപ്പിച്ചു. ഇനി മറ്റൊരു സാഹചര്യം നോക്കാം. ഈ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടാലോ? മറുപടി ലളിതമാണ്. ആ നിമിഷം രാജിവെക്കേണ്ടി വരും. പിന്നെ ഒരു പഴുതുള്ളത്, ഒരു തവണ 6 മാസം തികച്ച് സഭാംഗമാകാതെ ഇരുന്ന ഒരാളെ ഉടനെ തന്നെ അടുത്ത 6 മാസത്തേക്ക് കൂടി മുഖ്യമന്ത്രിയാക്കാൻ നിയമം അനുവദിക്കില്ല. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വലിയൊരു ലോക്ക് ഇട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടാണ്. പക്ഷേ 6 മാസത്തിനുള്ളിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുക എന്നത് നിർബന്ധമാണ്. നമുക്കൊരു ചോദ്യം കൂടെയുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത 102 പേരിൽ ഒരാൾ പോലും ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ലാത്തവരായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. എന്തുതന്നെയായാലും ഒരു കാര്യം പറയട്ടെ, ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ അന്തിമ വിധികർത്താക്കൾ. അതോർത്താൽ കോൺഗ്രസിന് നല്ലതല്ലേ